ബൈബിൾ ആകെ തുക യേശുക്രിസ്തുവിനെ പറ്റി മാത്രമാണ്. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങളുള്ള ഈ ക്രിസ്തുവിനെ പറ്റി മാത്രമാണ് ബൈബിളിന്റെ എല്ലാ പ്രവചനങ്ങളും പറയുന്നത്. അതിനകത്ത് ഒത്തിരി കഥാപാത്രങ്ങളും കാര്യം. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടാലും അതിനകത്ത് ഒരു നായകനല്ലേ ഉള്ളൂ, ഒരു നായികയല്ലേ ഉള്ളൂ, വില്ലനും ഉണ്ട്. ഈ സിനിമ കഥയെല്ലാം ഉണ്ടായത് ബൈബിളിൽ നിന്നാണ്. കഥ എന്തൊരു വായിക്കപ്പെട്ടു ഈ ബൈബിളിലെ നിയമം എന്തോ ഒരു സിനിമയുടെ, ഞാൻ പറയാം, ഒരു സിനിമയുടെ ആകെ തുക എന്തുവാ? നായകൻ, നായിക, വില്ലൻ ഇല്ലേ? അവസാനം വില്ലൻ കയറി നായികയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവസാനം നായകൻ ചെന്നിട്ട് വില്ലനെ തല്ലി ഒതുക്കി നായികയും കൊണ്ട് പോകുന്നു. ഇതാണ് എല്ലാ നോവലിന്റെ എല്ലാ കഥ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അവന്റെ ഭാവനയ്ക്കൊത്തുകൊണ്ട് കുറെ കാര്യങ്ങൾ വരും. ബൈബിൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ നായകനാരാ? ക്രിസ്തു. നായിക ആരാ? സഭ. വില്ലൻ ആരാ? സാത്താൻ. നോക്കിയേ, യേശു ക്രിസ്തു വന്ന് സാത്താനെ തകർത്ത് ഇതിന് അഗാധ കൂപത്തിലിട്ട് അടച്ചിട്ട് സഭയെ വിട്ടെടുക്കും. ഇതിൽ നിന്നാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇവൻ വിചാരിക്കുന്നില്ല അവന്റെ എല്ലാത്തിന്റെ മെതഡിത. സിനിമയാണെങ്കിലും നോവലായാലും കഥയായാലും നാടകമായാലും എല്ലാത്തിന്റെ മെതഡിത. നായകനും നായികയും വില്ലനും.